ശ്രീജിത്തെ, അടിയന്തര പ്രമേയത്തിന് അതിൻ്റെ നോട്ടീസിന് അനുമതി ലഭിച്ചിരിക്കുകയാണ്. 2 മണിക്കൂർ ചർച്ചയെന്നാണ് അറിയുന്നത്. അതൊരു ഹ്രസ്വ ചർച്ചയായിട്ടാണോ സ്പീക്കർ അനുമതി നൽകിയിരിക്കുന്നത്, അതല്ല അടിയന്തര പ്രമേയത്തിനുള്ള അവതരണാനുമതി നൽകുകയായിരുന്നു സ്പീക്കർ? അരുൺ, പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസ് എടുത്തപ്പോൾ തന്നെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് സന്നദ്ധമാണെന്ന് അറിയിച്ചു. ഇത്തരമൊരു വിഷയം സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന പ്രതിപക്ഷത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ചർച്ചയ്ക്ക് സന്നദ്ധമാണെന്ന വിവരം മുഖ്യമന്ത്രി സഭാതലത്തിൽ അറിയിച്ചത്. ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണിക്കൂർ നീളുന്ന ചർച്ചയാണ് സംസ്ഥാനം നേരിടുന്ന ധനപ്രതിസന്ധിയെപ്പറ്റി നിയമസഭയിൽ നടക്കാൻ പോകുന്നത്. ധനപ്രതിസന്ധിയുടെ ഒരു കാരണം കേന്ദ്രത്തിന്റെ നയങ്ങളാണ്. അക്കാര്യം എല്ലാവർക്കും ഏതാണ്ട് വ്യക്തമാണ്. ബാക്കി കാരണങ്ങൾ കൂടി വിശദമാക്കണമെങ്കിൽ വിശദമായ ഒരു ചർച്ച തന്നെ അനിവാര്യമാണ് എന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു. അതുകൊണ്ട് തന്നെ അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കാൻ സർക്കാർ സന്നദ്ധമാണെന്ന് അറിയിക്കുകയായിരുന്നു. 2021 അധികാരത്തിൽ വന്ന പിണറായി സർക്കാരിന്റെ കാലത്ത് നടക്കുന്ന 7ാമത്തെ അടിയന്തര പ്രമേയ ചർച്ചയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ആദ്യം സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായി പറയുന്ന സിൽവർ ലൈൻ പദ്ധതിയെ പറ്റിയാണ് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തത്. പിന്നീട് സ്വർണ്ണക്കടത്ത് കേസും വിഴിഞ്ഞം തുറമുഖത്തിലെ തീരശോഷണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഒക്കെ തന്നെ ചർച്ചയായി. എന്തായാലും ഇപ്പോൾ ഈ 15ാം കേരള നിയമസഭയുടെ 10ാം സമ്മേളനത്തിലെ ആദ്യ അടിയന്തര പ്രമേയ ചർച്ചയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അതും സംസ്ഥാനം നേരിടുന്ന ഗുരുതരമായ സാമ്പത്തിക പ്രശ്നത്തെ പറ്റി ഉള്ള ചർച്ച. തീർച്ചയായും സംസ്ഥാനത്തിന്റെ ധനവിഹിതം കൂടിയിട്ടുണ്ട്, തനത് നികുതി വരുമാനം വർദ്ധിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ധനമന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞത്. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ ധനനയം സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെന്നും പറയുന്നു. പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തുന്നുണ്ട്. വരാൻ പോകുന്ന 8ാം തീയതി ഡൽഹിയിൽ നടക്കാൻ പോകുന്ന സമരമുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ചർച്ചയ്ക്കെടുത്തത് 8ാം തീയതി ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന ദില്ലിയിലെ പ്രതിഷേധ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുകൂടി സർക്കാരിന് ആത്മവിശ്വാസം പകരുന്ന ഒരു നടപടിയായിട്ടാണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല, പ്രതിപക്ഷത്തെ ഈ ചർച്ചാവേളയിൽ തന്നെ സമരത്തിലേക്ക് വീണ്ടും ഭരണപക്ഷം ക്ഷണിക്കാനുള്ള സാധ്യതയും കാണുന്നില്ലേ ശ്രീജിത്ത്? അരുൺ, പ്രതിപക്ഷവും സർക്കാർ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. കാരണം ഈ 8ാം തീയതി നടക്കുന്ന കേന്ദ്രവിരുദ്ധ സമരത്തിന്റെ ഭാഗമായി ഇത്തരമൊരു വിഷയം സഭയിൽ കൊണ്ടുവന്നാൽ ചർച്ചയ്ക്കെടുക്കാൻ സർക്കാർ നിർബന്ധിതമാകുമെന്ന് പ്രതിപക്ഷവും കണക്കുകൂട്ടിയിരുന്നു. എന്തായാലും അവരുടെ പ്രതീക്ഷയും തെറ്റിയില്ല. ഈ രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറയുന്ന പോലെ 2 കൂട്ടർക്കും താല്പര്യമുള്ള ഒരു വിഷയമാണിത്. അവരവരുടെ ആംഗിളിലാണ് ഈ കാര്യങ്ങളെ അവർ കാണുന്നതെന്ന് മാത്രം. എന്തായാലും ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് പ്രതിപക്ഷം കൊണ്ടുവന്നത് സർക്കാരിന് ഒരു തരത്തിൽ അനുഗ്രഹമായി മാറി. ആ നിലയ്ക്ക് തന്നെയാണ് ഇതിനെ വിലയിരുത്തേണ്ടത്. എന്തായാലും ഇന്നലെ നടന്ന ക്ഷേമ പെൻഷൻ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഈ ധനമന്ത്രി പ്രതിപക്ഷത്തെ ഈ കേന്ദ്രവിരുദ്ധ സമരത്തിന് ക്ഷണിച്ചിരുന്നു. ഇന്നും അത്തരത്തിൽ പ്രതിപക്ഷത്തെ ഡൽഹിയിലെ സമരത്തിന് ക്ഷണിക്കുന്ന നടപടി ഉണ്ടാകും. അത് ആവർത്തിക്കാൻ തന്നെയാണ് സാധ്യത. എന്തായാലും ഇപ്പോഴും സമയമുണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാനെന്നാണ് ഇന്നലെ ധനമന്ത്രി KN ബാലഗോപാൽ സഭയിൽ പറഞ്ഞത്. അതുകൊണ്ട് ഇന്നും പ്രതിപക്ഷത്തെ ഈ ഡൽഹിയിലെ 8ാം തീയതി നടക്കുന്ന സമരത്തിന് ക്ഷണിക്കുന്ന കാര്യം ഉറപ്പാണ്. ഇന്നലെ നടന്ന CPMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഈ ഡൽഹിയിലെ കേരളത്തിന്റെ സമരം ചർച്ചയായി. BJP ഇതര സർക്കാരുകളുള്ള സംസ്ഥാനങ്ങൾക്ക് മാതൃകാപരമായ ഒരു ഇടപെടലാണ് ഈ സംസ്ഥാന സർക്കാർ നടത്തുന്നത്. അതിന് കേന്ദ്ര കമ്മിറ്റി പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഇതൊരു വലിയ പ്രചാരണ വിഷയമാക്കണമെന്ന് കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശിച്ചു. അത്തരം ഒരു പ്രചാരണ വിഷയമാക്കി മാറ്റാൻ നിയമസഭയിലെ ചർച്ച സർക്കാരിനും വലിയ തോതിൽ LDFനും അനുഗ്രഹമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ശ്രീജിത്ത്, ഇപ്പോൾ കണക്കുകൾ ഭരണപക്ഷത്തിന് അനുകൂലമാണ്. തനത് നികുതി വരുമാനം വർദ്ധിച്ചിട്ടുണ്ട്. അതേസമയം മറ്റു പല രീതിയിലും സർക്കാർ സാമ്പത്തികമായിട്ട് നികുതി പിരിവടക്കമുള്ള കാര്യങ്ങളിൽ വലിയ വർധനമുണ്ടാക്കി എന്ന് കണക്കുകൾ നമ്മളോട് പറയുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷം വരെ നൽകിയിരുന്ന കണക്കുകളിലുണ്ടായിരുന്ന കുറവ് അത് ഇന്നത്തെ ഈ ചർച്ചയിൽ ഭരണപക്ഷം വ്യക്തമാക്കാനാണ് സാധ്യത. ഇന്നലെ തന്നെ ക്ഷേമ പെൻഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ ചർച്ചയിലും സമാനമായ രീതിയിലുള്ള കണക്കുകളാണ് ഉന്നയിച്ചത്. അപ്പോൾ കണക്കുകൾ സർക്കാരിന് ആത്മവിശ്വാസം പകരുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷം അപ്പോൾ ചൂണ്ടിക്കാണിക്കാൻ സാധ്യതയുള്ളത് ഈ കണക്കുകളെ എങ്ങനെയായിരിക്കും പ്രതിപക്ഷം നേരിടാൻ പോകുന്നത്? പ്രത്യേകിച്ച് തനത് നികുതി വരുമാനം കൂടിയതൊരു വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലെ അപേക്ഷിച്ച്. അതേസമയം കേന്ദ്ര സഹായം കുറഞ്ഞു എന്നതിന്റെ കണക്കുകളും ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. മാത്രവുമല്ല, ധനപ്രതിസന്ധി സംബന്ധിച്ച് ധവളപത്രം വേണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. ഈ വിഷയങ്ങളോടുള്ള ഭരണപക്ഷത്തിന്റെയും പ്രതികരണം എങ്ങനെയായിരിക്കും? അരുൺ, സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം വർദ്ധിച്ചു എന്ന കാര്യം വസ്തുതയാണ്. നികുതി വരുമാനത്തിൽ വലിയ തോതിൽ വർധനമുണ്ട്, വലിയ തോതിൽ വളർച്ച കാണിക്കുന്നുമുണ്ട്. എന്നാൽ ഇപ്പോഴും നികുതി ചോർച്ച നടക്കുന്നുണ്ട് എന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാമത്തെ കാര്യം. ഉദാഹരണത്തിന് സ്വർണ്ണ നികുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സ്വർണ്ണത്തിന്റെ വിൽപ്പനയ്ക്കൊത്ത നികുതി വരുമാനം സംസ്ഥാനത്തിന്റെ ഖജനാവിലേക്ക് വരുന്നില്ല എന്നത് അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന്, വലിയ കുടിശ്ശിക വരുത്തിയ വ്യാപാരികളുടെയും വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്നും നികുതി പിരിച്ചെടുക്കുന്നതിൽ സർക്കാർ വലിയ തോതിൽ വീഴ്ച വരുത്തുന്നു എന്ന കാര്യം അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ നികുതി
വരുമാനം വർദ്ധിച്ചെങ്കിലും നികുതി ചോർച്ച തടയുന്നതിൽ ഫലപ്രദമായ നടപടി സ്വീകരിച്ചില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ മറുവാദം. മറ്റൊന്ന് ധനകാര്യ കമ്മീഷന്റെ നികുതി വിഹിതമാണ്. ധനകാര്യ കമ്മീഷൻ വിഹിതം സംസ്ഥാനത്തിന് ഈ വികസന സൂചിക മാനദണ്ഡങ്ങൾ തട്ടി സംസ്ഥാനത്തിന് അർഹമായ വരുമാനം ലഭിക്കുന്നില്ല, അർഹമായ വിഹിതം ലഭിക്കുന്നില്ല എന്നാണ് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. മറ്റൊന്ന് GST കോമ്പൻസേഷൻ ആണ്. GST കോമ്പൻസേഷൻ നിർത്തലാക്കിയതിലൂടെ ഉപഭോക്തൃ സംസ്ഥാന എന്ന നിലയിൽ കേരളത്തിന് വലിയ തോതിലുള്ള നഷ്ടമുണ്ട്. ഇത്തരത്തിലുള്ള നയങ്ങളാണ് ഈ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളാണ് സംസ്ഥാനത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്നത്. മാത്രമല്ല ഡിവിസി പൂളിൽ നിന്ന് നികുതി വരേണ്ടതിന് പകരം പലപ്പോഴും ഇപ്പോൾ കേന്ദ്ര സർക്കാർ അത് എക്സൈസ് ഡ്യൂട്ടിയായും സെസ്സായുമാണ് പിരിക്കുന്നത്. അപ്പോൾ എക്സൈസ് ഡ്യൂട്ടിയായും സെസ്സായും പിരിക്കുന്ന സെസ്സായും മറ്റ് തരത്തിലും പിരിക്കുന്ന കാര്യങ്ങൾക്ക് നികുതി വിഹിതം നൽകേണ്ടതില്ല. അപ്പോൾ അത്തരത്തിൽ ഈ ടാക്സിന് പുറത്തുള്ള വരുമാനം വർദ്ധിപ്പിക്കുന്നതിലാണ് കേന്ദ്ര സർക്കാരിന് താല്പര്യം. ഇതൊക്കെയാണ് കേരളത്തിലെ ബുദ്ധിമുട്ടിക്കുന്നതാണ് കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ കേരളീയം നവകേരള സദസ് പോലുള്ള ധൂർത്ത് പരിപാടികളും സർക്കാരിന്റെ ദുർവ്യയവുമാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കണക്കുകൾ സർക്കാരിന് അനുകൂലമാണ്. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന് നികുതി വരുമാനവും നികുതിയേതര വരുമാനവും ഒക്കെ വർദ്ധിപ്പിച്ചതിലുള്ള കണക്കുകൾ. മറുഭാഗത്ത് കേന്ദ്ര സർക്കാരിന്റെ ധനസഹായം നിലച്ചതുമായി ബന്ധപ്പെട്ട കണക്കുകൾ സംസ്ഥാന സർക്കാരിനുണ്ട്. മറുപക്ഷത്ത് ഈ കേരളീയവും നവകേരള സദസ്സിന്റെയും ധൂർത്തുമായി ബന്ധപ്പെട്ട കണക്കുകൾ പ്രതിപക്ഷവും ഇന്ന് ഹാജരാക്കാൻ ആവശ്യപ്പെടുമോ? അങ്ങനെ നേരത്തെ വിവരാവകാശം നൽകിയതിനു ശേഷവും കൃത്യമായ മറുപടി നൽകിയിട്ടില്ല. പ്രത്യേകിച്ച് നവകേരള സദസ്സൊക്കെ സംഘടിപ്പിച്ചത് എത്ര രൂപയ്ക്കാണ് എന്നതിന്റെ പ്രാഥമികമായ കണക്കുകൾ പോലും ജില്ലാ കളക്ടർമാർ നൽകുന്നില്ല എന്ന് നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു. ഇന്നത്തെ ഈ ധനപ്രതിസന്ധിയുടെ ചർച്ചാവേളയിൽ പ്രതിപക്ഷം ഇത് ആവശ്യപ്പെടുമോ? അങ്ങനെ വന്നാൽ ഭരണപക്ഷം അത് ആ കണക്കുകൾ നൽകാൻ നിർബന്ധിതരാകുമോ? അരുൺ, നവകേരള സദസ്സിന് മുമ്പ് നടന്ന കേരളീയം പരിപാടി നവംബർ 1 മുതൽ 7 വരെ നടന്ന കേരളീയം പരിപാടിയുടെ കണക്ക് പോലും ഇതുവരെ പ്രസിദ്ധപ്പെടുത്താൻ സർക്കാർ തയ്യാറായിട്ടില്ല. കേരളീയം പരിപാടിയുടെ സംഘാടക സമിതി ചെയർമാനായ മന്ത്രി വി ശിവൻകുട്ടി പരിപാടി നടന്ന് 2 ആഴ്ചയ്ക്കകം കണക്കുകൾ വ്യക്തമാക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഇതുവരെയും ആ കണക്കുകൾ പൊതുമണ്ഡലത്തിൽ നൽകിയിട്ടില്ല. നിയമസഭയിൽ ആവർത്തിച്ചുള്ള പ്രതിപക്ഷ എംഎൽഎമാരുടെ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടിയില്ല. വിവരാവകാശ പ്രകാരം ആവശ്യപ്പെട്ടിട്ടും ഈ കേരളീയത്തിന്റെ ചെലവ് സംബന്ധിച്ച് ഒരു കണക്കുകളും കൃത്യമായി നൽകാൻ ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല. അതിന് പിന്നാലെ നടന്ന നവകേരള സദസ്സിന്റെ കാര്യത്തിലും സമാനമായ നിലപാടാണ്. ഓരോ ജില്ലകളിലും എത്ര പരാതികളുണ്ട് എന്ന കാര്യത്തിൽ പോലും വ്യക്തമായ മറുപടിയില്ല. അപ്പോഴാണ് ചെലവിന്റെ കാര്യത്തിൽ അവ്യക്തത വീണ്ടും തുടരുന്നത്. അങ്ങനെ നവകേരള സദസ്സിന്റെ കാര്യത്തിലും കേരളീയ നടത്തിപ്പിന്റെ കാര്യത്തിലുമുള്ള ചെലവുകളുടെ കണക്ക് ഇന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കും. അവയ്ക്ക് അക്കമിട്ട് മറുപടി നൽകാൻ സർക്കാർ തയ്യാറാകണമെങ്കിൽ അതിന്റെ വരവ് ചെലവ് കണക്കുകൾ സഭയുടെ മേശപ്പുറത്ത് വെക്കേണ്ടി വരും. അതിന് സർക്കാർ തയ്യാറാകുമെന്നാണ് ഇന്ന് അറിയാനുള്ളത്.